മീറ്റ് അൻവിൻ ജോസ്. അൻവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റുഡന്റ് വിസയിൽ ചെന്നിട്ട് ഡിപെൻഡന്റ് വിസയിലോട്ട് മാറിയെന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 21 കാറില്ല എന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്ന സ്ഥലം റെന്റഡ് ഔട്ട് ആണെന്ന് പറഞ്ഞതും ഒന്നും അൻവിനോടുള്ള വ്യക്തിവൈരാഗ്യം കാരണമല്ല. ചെറിയ കുട്ടികളായിട്ട് ഫോളോവേഴ്സ് കൂടുതലുള്ള 18, 19, 20, 21 വയസ്സുള്ള കുട്ടികളുടെ ഇടയിലോട്ട് അൻവിൻ കോഴ്സ് 400 രൂപയ്ക്ക് സെല്ല് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ അൻവിനെ കോൾ ഔട്ട് ചെയ്തത്. അൻവിന്റെ സ്കാം നമ്പർ 1, കെയർ ഹോംസിലോട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 10,000 പൗണ്ട് അഥവാ 10 ലക്ഷം രൂപയാണ് അൻവിൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. UK-യിൽ പ്രത്യേകിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അത് ഇല്ലീഗൽ കൂടിയാണ്. സോ അൻവിൻ ചെയ്തത് അത് ചെറിയ കുട്ടികളിനകത്തുനിന്ന് മാത്രമല്ല, ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നീരജ് അമ്മൂനെയും വരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൻവിന്റെ സ്കാം കഥകളിനകത്ത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വിസയും ജോലിയൊക്കെ കൊടുത്തിട്ടല്ലേ അൻവിൻ പൈസ മേടിക്കുന്നതെന്ന്. അൻവിന്റെ സ്കാം അവിടെ അല്ല. അൻവിന്റെ സ്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന COS ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. അത് ഫേക്ക് ആയിരുന്നു. അത് ഫേക്ക് ആയിരുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ കുട്ടികൾ വിസ എടുക്കാൻ വേണ്ടി പോകാൻ നേരത്ത് വിസ റിജക്റ്റ് ആയി. ഇത് ഫേക്ക് ആയതുകൊണ്ട് അന്ന് കമ്പനിയുടെ ഓണർഷിപ്പ് ഉണ്ടായിരുന്ന നിബുവിന്റെയും വൈഫിന്റെയും പേരിൽ ഈ കുട്ടികൾ കേസ് കൊടുക്കുകയും നിബുവും വൈഫും ഓസ്ട്രേലിയയിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പൊ ആ കമ്പനിയുടെ 100% ഓണർഷിപ്പ് ഉള്ളത് അൻവിനാണ്. അതിന്റെ അക്കൗണ്ട്സ് ഒന്നും അൻവിൻ പുട്ട് ഔട്ട് ചെയ്തിട്ടില്ല, ഗവൺമെന്റിലോട്ട് ചെയ്യത്തതുമില്ല. ജാനുവരി വരെ അൻവിന് അതിനു വേണ്ടിയിട്ടുള്ള സമയമുണ്ട്. അതിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ UK-യിൽ അൻവിൻ. സ്കാം നമ്പർ 2, ഓട്ടോസ്പാ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അൻവിന്റെ പല ബ്രാഞ്ചുകൾ പല സ്ഥലത്തുള്ള കമ്പനി. ആ കമ്പനിയുടെ പബ്ലിക് ഡോക്യുമെന്റിലെ സ്റ്റാഫിന്റെ എണ്ണം ഇത്രയാണ്. അൻവിൻ ഡിഫമേഷൻ കേസുമായിട്ട് വരണ്ട, ഇത് പബ്ലിക് റെക്കോർഡാണ്. കമ്മിങ് ടു ദ പോയിന്റ്, ഒരു കാറും കുറച്ച് സോപ്പും പതയും വെള്ളവും കൊടുത്തിട്ട് അൻവിൻ എത്ര രൂപയാണെന്നറിയോ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യുന്നത്? 20,000 പൗണ്ട് അഥവാ 20 ലക്ഷം രൂപ. സ്കാം അക്വിസിഷൻ സ്കാം നമ്പർ 3, അൻവിൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഇടയ്ക്ക് ഒരു ഗിവ് അവേ നടത്തിയായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും 20 പേരെ ഞാൻ എടുക്കും. ഞാൻ പറയുന്ന ലൊക്കേഷനിലോട്ട് വരിക. നിങ്ങൾ ഒരു ബ്ലൂ മിനി കൂപ്പർ. എല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോയുടെ വൺ ഓഫ് ദ വിന്നർ ഈ പറയുന്ന വ്യക്തിയായിരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം. ഇത്രയും ദിവസം ഞാൻ വീഡിയോയുടെ ആയിരിക്കാനുള്ള മെയിൻ റീസൺ ഇതായിരുന്നു. Hi, my name is Sujil Shani. Autospa Express. Autospa Express. One of the partners of. എനിക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നിങ്ങൾ പറഞ്ഞു. സമയം ചുരുക്കാൻ കാരണം അൻവിന്റെ സ്കാമുകളെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടില്ല. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 3. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ.